ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഇന്ന് മേപ്പാടി വില്ലേജ് റിസോഴ്സ് സെൻറ്ററിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ കോഫി റിസർച്ച് സ്റ്റേഷൻ്റെ ഒരു ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗപ്രദമായിരുന്നു. തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരുന്നു. അപ്പോൾ ഇവിടെ VRCയിൽ മാസത്തിൽ എത്ര തവണ വരാറുണ്ട്? 2-3 തവണ വരാറുണ്ട്. ഇവിടെ ടെലികോൺഫറൻസിങ് ക്ലാസ്സിനെ പറ്റി എങ്ങനെയാണ് അറിയുന്നത്? വില്ലേജ് കോർഡിനേറ്റർ മുഖേന അറിയാറുണ്ട്. കോർഡിനേറ്റർ എങ്ങനെയാണ് അറിയിക്കുന്നത്? പത്രം വഴിയാണോ ഫോൺ വഴിയാണോ? പത്രം മുഖേന അറിയാറുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് ഫോൺ കോളിലൂടെ വിളിക്കാറുണ്ട്. ഹെൽത്ത് ക്ലാസ് ആണോ കൃഷി സംബന്ധമായ ക്ലാസ് ആണോ കൂടുതൽ ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത്? രണ്ടും ഒരുപോലെ ഉപകാരപ്രദമാണ്. കാരണം കാർഷിക മേഖലയിൽ നമ്മൾ ഒരുപാട് ഇനി മെച്ചപ്പെടേണ്ടതുണ്ട്. ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയും തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് പരിശ്രമിക്കാറുണ്ട്. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കൃഷി വിജ്ഞാന കേന്ദ്ര, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് റിസോഴ്സ് സെൻറ്റർ, ഈ 4 ഏറ്റവും കൂടുതൽ തവണ ഒരു മാസത്തിൽ പോകുന്നത് എവിടെയാണ്? അത് വില്ലേജ് റിസോഴ്സ് സെൻറ്ററിൽ തന്നെയാണ്. കാരണം എല്ലാ മേഖലയെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിന് ഈ വില്ലേജ് റിസോഴ്സ് സെൻറ്റർ വഴിയുള്ള ക്ലാസ്സുകളിലൂടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തവണ സന്ദർശിക്കുന്നത് VRC സെൻറ്റർ. ഓക്കെ, താങ്ക് യു.